നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. ദിലീപുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി. എന്നാൽ സിനിമാ രംഗത്ത് തന്നെ നിരവധി സുഹൃത്തുക്കളും മഞ്ജുവിനുണ്ട്. ദിലീപിന്റെ നിരവധി സുഹൃത്തുക്കളുമായി ഇപ്പോഴും മഞ്ജു നല്ല അടുപ്പം സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ സിനിമാ രംഗത്തും അല്ലാതെയും ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നാദിർ ഷാ. വിവാഹശേഷം ആ സൗഹൃദം മഞ്ജു വാര്യരിലേക്കും എത്തി. മഞ്ജു വാര്യരെ കുറിച്ച് നാദിർ ഷാ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. എല്ലായ്പ്പോഴും മഞ്ജു എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മഞ്ജുവിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ദിലീപിന്റെ ഭാര്യ കൂടി ആയതോടെ മഞ്ജുവുമായുള്ള തന്റെ സൗഹൃദം കുറച്ചുകൂടി ആഴത്തിലായി താനും. ദിലീപും മഞ്ജുവും തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകളാണതെല്ലാം. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് താൻ രണ്ടാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല. അവർ പുറത്ത് ആരോടും ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി താൻ ഒന്നും ചോദിച്ചില്ല എന്നും നാദിർ ഷാ വ്യക്തമാക്കുന്നു. എന്നാൽ മഞ്ജു വാര്യർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നാദിർ ഷാ എടുത്തു പറഞ്ഞത്. മഞ്ജു എനിക്ക് എപ്പോഴും നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു സൗഹൃദം ഇപ്പോൾ മഞ്ജുവിന് തന്നോട് ഇല്ലെന്ന് മനസ്സിലായെന്നാണ് നാദിർ ഷാ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാനുള്ള അനുഭവവും നാദിർ ഷാ പങ്കുവയ്ക്കുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് മഞ്ജുവിനെയും ക്ഷണിക്കാനായി ഫോണിൽ വിളിച്ചിരുന്നു. മകളുടെ വിവാഹമാണ്, വരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തിരക്കിലാണ് എന്ന് പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ആ സംഭവം തന്നെ വിഷമിപ്പിച്ചെന്നാണ് നാദിർ ഷാ പറയുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.